നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക്. ഗാസയുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ വീണ്ടും യുദ്ധസമാന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഗാസയിൽ നിന്ന് എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാൻ ശനിയാഴ്ച വരെയാണ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. അല്ലാത്ത പക്ഷം വീണ്ടും ആക്രമണം തുടങ്ങുമെന്നും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ റദ്ദാക്കാൻ ആഹ്വാനം ചെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ശനിയാഴ്ച കടുത്ത നിലപാടെടുക്കുമെന്ന പ്രഖ്യാപനം. ഗാസയിൽ അമേരിക്ക നേരിട്ട് ആക്രമണം നടത്താനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ബന്ദിമോചനത്തിൽ ഹമാസ് എടുക്കുന്ന നിലപാടും നിർണായകമാകും. ഫലസ്തീൻകാരെ സമീപ രാഷ്ട്രങ്ങളിലേക്ക് മാറ്റി ഗാസ സ്വന്തമാക്കുമെന്ന ഭീഷണി ആവർത്തിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ട്രംപിന്റെ ശനിയാഴ്ച പ്രഖ്യാപനം. ഗാസയിലെ 20 ലക്ഷത്തിലേറെ വരുന്ന ഫലസ്തീൻകാർ ഒഴിഞ്ഞു പോകണമെന്നതാണ് ട്രംപിന്റെ നിലപാട്. ഗാസ US ഏറ്റെടുത്ത് അവിടെ ഉല്ലാസ കേന്ദ്രം നിർമ്മിക്കുമെന്ന് അധികാരമേറ്റതിന് പിന്നാലെ ട്രംപ് പ്രഖ്യാപിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഫലസ്തീൻ അഭയാർത്ഥികളെ ഏറ്റെടുത്തില്ലെങ്കിൽ സഹായം നിർത്തുമെന്ന് സഖ്യകക്ഷികളായ ഈജിപ്തിനും ജോർദാനും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കുറച്ച് ഫലസ്തീൻകാരെ അമേരിക്ക സ്വീകരിക്കാൻ ഒരുക്കമാണെന്നും എന്നാൽ ഓരോ അപേക്ഷയും പ്രത്യേകം പരിശോധിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാസയിൽ നിന്ന് ഫലസ്തീനികളെ ഒഴിപ്പിക്കുന്നതിനെതിരായ ജോർദാന്റെ നിലപാട് വൈറ്റ് ഹൗസിലെ കൂടിക്കാഴ്ചയിൽ ട്രംപിനെ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് അബ്ദുള്ള രാജാവ് വ്യക്തമാക്കിയിരുന്നു. അറബ് രാജ്യങ്ങൾ ബദൽ മാർഗം US മുന്നിൽ അവതരിപ്പിക്കുമെന്നും സൂചനയുണ്ട്. ഗാസയുടെ ഭാവി സംബന്ധിച്ച് പദ്ധതി തയ്യാറാക്കാനായി സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങൾ നീക്കം തുടങ്ങിയതാണ് സൂചന. ആശയങ്ങൾ ഈ ആഴ്ച റിയാദിൽ ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. ഈജിപ്ത്, ജോർദാൻ, UAE എന്നീ രാജ്യങ്ങൾ പങ്കാളികളാകും. 27-ന് കൈറോയിൽ അറബ് ഉച്ചകോടിയിൽ അവതരിപ്പിക്കും. ഗാസ പുനർനിർമ്മാണത്തിനുള്ള ഫണ്ട് സമാഹരണമാണ് മുഖ്യം. ഹമാസിനെ ഒഴിവാക്കിയും രാജ്യാന്തര പങ്കാളിത്തം ഉറപ്പാക്കിയും 4 പദ്ധതി രൂപരേഖകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. ഫലസ്തീൻകാരെ ഒഴിപ്പിച്ച് ഗാസ സ്വന്തമാക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് തടയിടുകയാണ് ലക്ഷ്യം. ഫലസ്തീനികളെ പുറത്താക്കി ഗാസയെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റാനുള്ള ട്രംപിന്റെ നിർദ്ദേശം അംഗീകരിക്കാനാവില്ലെന്ന് സൗദിയും മറ്റ് അറബ് രാജ്യങ്ങളും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സൗദിക്ക് പുറമെ ഈജിപ്ത്, ജോർദാൻ, UAE എന്നീ രാജ്യങ്ങൾ വൈകാതെ റിയാദിൽ യോഗം ചേരുന്നുണ്ട്. ട്രംപിന്റെ നിർദ്ദേശത്തിന് പകരം മറ്റൊരു പദ്ധതി തയ്യാറാക്കി ട്രംപിനെ കൊണ്ട് തന്നെ അംഗീകരിപ്പിക്കാനുള്ള നീക്കം യോഗത്തിൽ ചർച്ചയാകും. കുറഞ്ഞത് 4 പദ്ധതികളെങ്കിലും അറബ് രാജ്യങ്ങളുടെ പരിഗണനയിലുണ്ട്. ഗാസയുടെ ഭരണത്തിനായി ഹമാസിനെ ഒഴിവാക്കി പലസ്തീൻ സമിതി രൂപവൽക്കരിക്കാനുള്ള ഈജിപ്ഷ്യൻ പദ്ധതിക്കാണ് ഇതിൽ ഏറ്റവും സ്വീകാര്യത ലഭിച്ചിരിക്കുന്നത്. പലസ്തീനികളെ പുറത്താക്കാതെ അന്താരാഷ്ട്ര സഹകരണത്തോടെ ഗാസ പുനർനിർമ്മിക്കാനും പദ്ധതിയിൽ നിർദ്ദേശിക്കുന്നു. ഇതിനായി ഗൾഫ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ഫണ്ട് രൂപീകരിക്കാനും ആലോചനയുണ്ട്. അതേസമയം റിസർവ് സൈന്യത്തെ വിളിച്ച് ഇസ്രായേൽ ഗാസയിൽ വീണ്ടും യുദ്ധം തുടങ്ങുമെന്ന സൂചന നൽകിയിരുന്നു. ശനിയാഴ്ച 3 ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ യുദ്ധം തുടങ്ങുമെന്നായിരുന്നു ഇസ്രായേൽ ഭീഷണി മുഴക്കിയത്. ഇതിനിടയിലായിരുന്നു റിസർവ് സൈന്യത്തെ യുദ്ധം ചെയ്യാനായി ഇസ്രായേൽ വിളിച്ചത്. നെതന്യാഹു ഭീഷണി മുഴക്കിയതിന് പിന്നാലെയായിരുന്നു പടയൊരുക്കവും തുടങ്ങിയത്. യുദ്ധഭീഷണിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരുന്നു. ശനിയാഴ്ച ഉച്ചയോടെ ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഹമാസിനെതിരെ വീണ്ടും യുദ്ധം തുടങ്ങാനാണ് നെതന്യാഹുവിന്റെ ആഹ്വാനം. ശനിയാഴ്ചയ്ക്കകം എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്ന് US പ്രസിഡന്റ് ട്രംപിന്റെ ആവശ്യത്തോട് വഴങ്ങിയില്ലെങ്കിൽ ഹമാസിനെതിരെ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്നായിരുന്നു നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയത്. മന്ത്രിസഭാ യോഗശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വെടിനിർത്തൽ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ എത്ര ബന്ദികളെ മോചിപ്പിക്കണമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാത്ത പക്ഷം ഇസ്രായേൽ സമാധാന കരാർ റദ്ദാക്കണമെന്നും നരകം തുറക്കട്ടെയെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്ന് ബന്ദിമോചനം അനിശ്ചിതകാലത്തേക്ക് വൈകിപ്പിക്കുകയാണെന്ന് ഹമാസ് അറിയിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. വടക്കൻ ഗാസയിലേക്ക് മടങ്ങി വരുന്നവരെ ഇസ്രായേൽ സൈന്യം തടയുന്നുവെന്നും സഹായ വസ്തുക്കൾ എത്താൻ അനുവദിക്കുന്നില്ലെന്നും ഹമാസ് ചൂണ്ടിക്കാട്ടിയിരുന്നു.